ചില കേസുകളിൽ നമുക്ക് നോർമൽ മീറ്റർ ആയിരിക്കില്ല, കറണ്ട് ട്രാൻസ്ഫോമർ വിത്ത് സി ടി ആയിരിക്കും മീറ്റർ തരുന്നത്. ഒരു എത്ര 15-20 കിലോ വാട്ട് ആ റേഞ്ചിലൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് സി ടി ത്രൂ മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നമ്മുടെ സാധാരണ വീട്ടിൽ വയ്ക്കുന്ന എനർജി മീറ്റർ സിംഗിൾ ഫേസ് ആയിക്കോട്ടെ 3 ഫേസ് ആയിക്കോട്ടെ, അതിൻ്റെ അകത്തേക്ക് കൊടുക്കാൻ പറ്റിയ സർവീസ് മെയിനിൽ നിന്ന് നമ്മുടെ പോസ്റ്റിൽ നിന്ന് വയറെടുക്കില്ലേ, അത് കൊടുക്കുന്നതിനൊരു പരിധിയുണ്ട്. അത് ഡയറക്റ്റ് കയറ്റി വിടാൻ വേണ്ടി നമുക്ക് അതിൻ്റെ അകത്ത് കയറി ഇറങ്ങാൻ ഒരു 16 സ്ക്വയർ ഒക്കെ മാക്സിമം അതിൻ്റെ അകത്ത് കയറി ഇറങ്ങാൻ പറ്റുള്ളൂ. സോ അതും ഒരു കാരണം. പിന്നെ കറണ്ടിൻ്റെ കപ്പാസിറ്റി കൂടുകയാണ്. 20 കിലോ വാട്ട് എന്ന് പറയുമ്പോൾ ഒരു കറണ്ടിൻ്റെ വാല്യൂ കൂടി വരുവാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ഇത് ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ സി ടി വെച്ച് മെഷർ ചെയ്ത് കറണ്ട് മെഷറിങ് ആയി നടക്കും. നമ്മുടെ സി ടി ത്രൂ കറണ്ട് ട്രാൻസ്ഫോമർ ത്രൂ ആയിട്ടായിരിക്കും നമ്മുടെ നമ്മുടെ സർവീസ് മെയിനിൽ നിന്നുള്ള കേബിൾ വന്ന് അത് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് വഴി ബാക്കി ഇതിലേക്ക് എത്തും. അപ്പോൾ അങ്ങനെയാണ് ചില കേസുകൾ സംഭവിക്കുന്നത്. അപ്പോൾ അതിലും പറ്റാത്ത കേസുകളിൽ ട്രാൻസ്ഫോമർ വെക്കേണ്ടി വരും. അപ്പോൾ 11 kV സപ്ലൈ നമുക്ക് 100 kVയുടെ അകത്താണ്. 100 kV അതിൻ്റെ മുകളിൽ വരുമ്പോഴത്തേക്കും നമുക്ക് 11 kV സപ്ലൈ എന്തായാലും എടുക്കേണ്ടി വരും. പ്രാക്ടിക്കൽ ആസ്പെക്റ്റിൽ ഒരു 40 കിലോ വാട്ട് അല്ലെങ്കിൽ 50 കിലോ വാട്ടൊക്കെ വരുമ്പോൾ പല സ്ഥലങ്ങളിലും വെക്കേണ്ടി വരാറുണ്ട്. പ്രാക്ടിക്കലി പറയുന്ന കേസാണ് പറയുന്നത്. ആസ് പെർ ദ തിയറി അല്ലെങ്കിൽ ആസ് പെർ ദിസ് റെഗുലേഷൻ 100 kVയുടെ മുകളിലാണ്. ഓക്കെ. ഇനി നമുക്ക് 100 kV മുതൽ 3000 kV വരെയുള്ള കണക്റ്റഡ് ലോഡുകൾ വരുവാണെങ്കിൽ ഈ പറഞ്ഞ 11 kV സപ്ലൈ നമുക്ക് തരും. അതായത് നമ്മൾ അതിൻ്റെ എത്രയാണ് കണക്റ്റഡ് ലോഡ് അത് പ്രകാരമുള്ള ഒരു ട്രാൻസ്ഫോമർ നമ്മൾ സെലക്ട് ചെയ്യണം. ട്രാൻസ്ഫോമർ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് 11 kV സപ്ലൈ അതിന് കൊണ്ടുവന്നിട്ട് അതിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് 450 വോൾട്ടായിട്ടായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇലക്ട്രിക്കൽ പാനൽസ് MSB അങ്ങനെ പാനൽസൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. ഇനി 3000 മുകളിലും 6000 ഇടയിലുമാണ് നമ്മുടെ കണക്റ്റഡ് ലോഡെങ്കിൽ 22 kV വരും. 6000 തൊട്ട് 12000 റേഞ്ചിൽ വരുമ്പോൾ നമുക്ക് 33 kVയുടെ സബ്സ്റ്റേഷൻ ആക്കേണ്ടി വരും, അല്ലെങ്കിൽ 33 kVയുടെ സപ്ലൈ എടുക്കേണ്ടി വരും. അങ്ങനെ ഓരോ റേഞ്ചുകളാണ്. 12000 kV മുതൽ 20000 kV വരെയാണെങ്കിൽ 66 kVയുടെ സബ്സ്റ്റേഷൻ അല്ലെങ്കിൽ 66 kVയുടെ വോൾട്ടേജ് വെച്ച് വേണം അവിടെ ഫീഡ് ചെയ്യാൻ. ഇനി അതിന് മുകളിലും 20000 kVയിലും മുകളിൽ 40000 ഇടയിലാണെങ്കിൽ 110 kVയുടെ സപ്ലൈ ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയൊക്കെയാണ് 110 kVയുടെ സബ്സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം അവിടെ എത്ര ലോഡ് ഉണ്ടെന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടും. അപ്പോൾ ഈ 40000 മുകളിൽ പോവുകയാണെങ്കിൽ നമ്മൾ 220 kVയുടെ സബ്സ്റ്റേഷൻ അല്ലെങ്കിൽ 220 kVയുടെ വോൾട്ടേജ് വെച്ച് വേണം അവിടെ ഫീഡ് ചെയ്യാൻ. അപ്പോൾ ഇതാണ് ഒരു നോർമലി വരുന്ന ഒരു കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞ പ്രാക്ടിക്കൽ ആസ്പെക്റ്റ് ഇത് ഇവിടെ കാണാം നിങ്ങൾക്ക്. അതായത് 2020 അമെൻഡ് ചെയ്തൊരു ക്ലോസ് 11 പറയുന്ന LT കൺസ്യൂമേഴ്സ്, അതായത് നമ്മൾ ഈ 11 kV സപ്ലൈ എടുക്കുന്നവർ നമ്മൾ സ്വാഭാവികമായിട്ടും HT കൺസ്യൂമർ ആവും, ഹൈ ടെൻഷൻ കസ്റ്റമർ ആവും. അല്ലാത്ത ആൾക്കാർ LT കൺസ്യൂമറാണ്. അപ്പോൾ 2005 വരെയുള്ള LT കൺസ്യൂമർ who had a contract connected load exceeding limit of 100 kV are permitted to operate with same load. അതായത് പണ്ട് കാലത്ത് 100 kVയിൽ മുകളിലുള്ള ആൾക്കാരെ LT കൺസ്യൂമറായിട്ട് കൺസിഡർ ചെയ്ത് അവർക്ക് LT കണക്ഷനാണ് കൊടുത്തിരുന്നതെങ്കിൽ അവർ ആ സെയിം ലോഡിൽ തന്നെ LT സപ്ലൈയിൽ ഓപ്പറേറ്റ് ചെയ്യാം, സബ്ജക്റ്റ് ടു റിയലൈസേഷൻ ഓഫ് ലോ വോൾട്ടേജ് സപ്ലൈ സർചാർജ് അൺടിൽ അപ്പർ റിവിഷൻ. അവർക്ക് അതിൻ്റെ സർചാർജും ചാർജിൻ്റെ കുറച്ച് വേരിയേഷൻസ് അതിൻ്റെ അകത്തുണ്ട്. അതിൻ്റെ കേസാണ് പറഞ്ഞേക്കുന്നത്. അത് വേണമെങ്കിൽ റിവൈസ് ചെയ്യപ്പെടാം എന്നൊക്കെ പറയുന്നുണ്ട്, സബ്ജക്റ്റ് ടു അല്ലെങ്കിൽ അൺടിൽ അപ്വേർഡ് റിവിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ LT കൺസ്യൂമേഴ്സ് ഹാവിങ് എ കണക്റ്റഡ് ലോഡ് ഓഫ് 150 സെയിം. പിന്നെ അവരുടെ ഡിമാൻഡ് ബേസ്ഡ് ബിൽ ആർ പെർമിറ്റഡ് ടു വർക്ക്. പിന്നെ ഇതിലൊരു കേസ് ഞാൻ പറയാൻ വിട്ടുപോയി. നമുക്കിതിൽ കോൺട്രാക്ട് ലോഡ്, മാക്സിമം കോൺട്രാക്ട് ലോഡ് അല്ലെങ്കിൽ ദോസ് വിത്ത് ഡിമാൻഡ് ബേസ്ഡ് മീറ്ററിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വേറൊന്നുമല്ല, നമ്മുടെ ലോഡ് സപ്പോസ് നമ്മളൊരു 100 kVയുടെ ട്രാൻസ്ഫോമർ വയ്പ്പിക്കുകയാണ്. നമ്മുടെ അവിടുത്തെ ഒരു പർട്ടിക്കുലർ കണക്ഷൻ നമുക്ക് ആവശ്യം ഒരു 50 kVക്ക് മുകളിലുണ്ട്. നമ്മൾ 100 kVയുടെ ട്രാൻസ്ഫോമർ വെപ്പിക്കുകയാണ്. അപ്പോൾ ബാക്കി 50 kV ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ KCBക്ക് കൊണ്ടുപോകാം. ബാക്കി 50 നമുക്ക് തരേണ്ട ആവശ്യമുള്ളൂ. കാരണം നമ്മൾ ഒരു ഡിമാൻഡ് ഓൾറെഡി വയ്ക്കും, നമുക്ക് 50 kVയുടെ ആവശ്യമുണ്ട് എന്നുള്ളൊരു ഡിമാൻഡ് വയ്ക്കും. അപ്പോൾ ആ ഒരു സംഭവമാണ് കോൺട്രാക്ട് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് വിത്ത് ഡിമാൻഡ് ബേസ് മീറ്ററിങ് ഉള്ളവർക്കും ഇതേപോലെ ഒരു റിലാക്സിങ് കൊടുത്തിട്ടുണ്ട്. അവരുടെ സർചാർജിൻ്റെ കേസുകൾ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. പിന്നെ കോൺട്രാക്ട് ഡിമാൻഡ് ഓഫ് ഇൻഡസ്ട്രിയൽ കൺസ്യൂമർ ഇൻഡസ്ട്രിയൽ പാർക്ക്, ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്, ഗവൺമെൻറ് നോട്ടിഫിക്കേഷനുള്ള ഇൻഡസ്ട്രിയൽ പാർക്ക്, ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്, പിന്നെ എക്സെപ്റ്റ് മൾട്ടി സ്റ്റോറി ബിൽഡിങ്സ് അവർക്ക് ഇത് 150 kVയുടെ ഇത് LT ആയിട്ട് ഉപയോഗിക്കാം എന്നുള്ളൊരു കേസും കൂടി ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ
മൾട്ടി സ്റ്റോറി ബിൽഡിങ്സുള്ള പക്ഷേ അവർ LT കൺസ്യൂമറാണ്. അങ്ങനെയുള്ളവർക്ക് 100 kVയിൽ മുകളിലാണെങ്കിലും അഡിക്വേറ്റ് ബസ്സസ് അല്ലെങ്കിൽ ഉദ്ദേശിച്ച കേബിളും ട്രാൻസ്ഫോമർ സ്റ്റേഷനൊക്കെ പ്രൊവൈഡ് ചെയ്തവർക്ക് ഇത് യൂസ് ചെയ്യാം എന്നുള്ള, നമുക്ക് LT ആയിട്ട് യൂസ് ചെയ്യാം എന്നുള്ളൊരു പ്രൊവിഷനും കൂടി പറയുന്നുണ്ട്. പിന്നെ അതുകൂടാതെ എന്നോട് ചേർത്ത് വരേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ഫാക്ടർ ഇൻസെൻറ്റീവ് ഡിസെൻറ്റീവ് എന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ പവർ ഫാക്ടറിൻ്റെ റേഞ്ചുകളുണ്ടല്ലോ, ലാഗ് ആൻഡ് ലീഡ്. അതുകൂടാതെ 1 ആണ് നമ്മുടെ പവർ ഫാക്ടർ, മാക്സിമം പവർ ഫാക്ടറിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ അതിൽ താഴ്ന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് ഉള്ള പല പ്രശ്നങ്ങളുണ്ട്. അത് നമുക്ക് പവർ ഫാക്ടറിൻ്റെ പാർട്ട് വരെ കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. മെയിൻലി ഇതിലിപ്പോൾ താരിഫിൻ്റെ ഒരു കേസാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. പവർ ഫാക്ടർ കുറഞ്ഞാൽ ജസ്റ്റ് മനസ്സിലാക്കുക നമുക്ക് നഷ്ടമാണ്. അതായത് ഒരു ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിനായിക്കോട്ടെ എല്ലാത്തിനും നഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പവർ ഫാക്ടർ എപ്പോഴും 0.95 to 1 മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണ് നിഷ്കർഷിക്കപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്താൽ നമ്മുടെ എനർജി ചാർജസിൽ 0.5 ഓഫ് ഈച്ച് 0.01 യൂണിറ്റിന് ഇൻസെൻറ്റീവ് തരുന്നുണ്ട്. 0.5% ഓഫ് എനർജി ചാർജസ് ഫോർ ഈച്ച് 0.01 യൂണിറ്റ്. എനർജി ചാർജിൻ്റെ 0.5% എടുക്കുന്നു, എന്നിട്ട് ഓരോ 0.01 യൂണിറ്റിൽ ഇൻസെൻറ്റീവായിട്ട് തരുന്നു. അത് തന്നെ പവർ ഫാക്ടർ കുറഞ്ഞ് കഴിഞ്ഞാൽ നേരെ തിരിച്ച്, അതായത് 0.9നും 0.95ലും നിൽക്കുകയാണെങ്കിൽ അതിന് പെനാൽറ്റി ആയിട്ട് കൺവെർട്ട് ചെയ്യുന്നു. അപ്പോൾ അത് സെയിം പെനാൽറ്റി തന്നെ ആയിരിക്കും. ഈ നേരത്തെ പറഞ്ഞ പൈസ ഇൻസെൻറ്റീവായിട്ട് കിട്ടുമെങ്കിൽ അതേ പൈസ കൂടെ പെനാൽറ്റി ആയിട്ട് നഷ്ടപ്പെടും. അതൊരു വലിയൊരു കൺസ്യൂമറിന് അത് ശരിക്കും ലക്ഷങ്ങളിലായിരിക്കും എന്നുള്ള കാര്യം കൂടി ഇതുകൊണ്ട് മനസ്സിലാക്കണം. ഇപ്പോൾ നമ്മുടെ ലുലു പോലത്തെ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ PVR സിനിമാസ് അങ്ങനത്തെയൊക്കെ സ്ഥലങ്ങളിലൊക്കെ 20-25 ലക്ഷം രൂപയൊക്കെ ആയിരിക്കും മാസം ബില്ല് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു 0.5% എന്ന് പറഞ്ഞാൽ 1 ലക്ഷം തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു 50,000 ആ റേഞ്ചൊക്കെ ആയിരിക്കും. അപ്പോൾ അത് കോടികളിൽ യൂസ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്, ST കൺസ്യൂമേഴ്സ്. അപ്പോൾ അവരുടെ ബില്ലിൻ്റെ വ്യാപ്തി എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ പവർ ഫാക്ടർ 0.9 താഴെ പോവുകയാണെങ്കിൽ 1% വെച്ചാണ് പോകുന്നത്. അതും കൂടി ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കാം. പിന്നെ ലീഡിങ് പവർ ഫാക്ടർ ആയിട്ടെങ്ങാനും ലാഗിങ് പവർ ഫാക്ടറിൻ്റെ കേസാണ് ഈ പറഞ്ഞത്. ലാഗിങ്ങിൽ 0.95 to 1 നിർത്തിയാൽ ഇൻസെൻറ്റീവ്. ഇനി ലീഡിങ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ മാർക്ക് ഒന്നും കൊടുക്കില്ല, പെനാൽറ്റിയും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. അപ്പോൾ ഈ പറഞ്ഞ ഇത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് ലോഡ് ഓഫ് എബവ് 20 kW, പിന്നെ ST കൺസ്യൂമറിൻ്റെ കേസുകളാണ് പറയുന്നത്. ലീഡിങ് പവർ ഫാക്ടർ ഉള്ളവർക്ക് ഇത് കൊടുക്കുകയില്ല. അപ്പോൾ ഈ ഒരു പാർട്ട് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു.